മജ്ജ്ഹിമ നികായ 56 ഉപാലി സൂത്ത. ഈ സൂത്രത്തിൽ ഭഗവാൻ 3 തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശരീരകർമ്മം, വാണി കൊണ്ടുള്ള കർമ്മം, മനസ്സുകൊണ്ടുള്ള കർമ്മം. ഈ കർമ്മത്തിൽ നമ്മൾ പാപം ചെയ്യുന്ന സമയത്ത് ഏത് കർമ്മത്തിനാണ് കൂടുതൽ ദുഷ്ഫലം ലഭിക്കുന്നത് എന്നാണ് ഭഗവാൻ ഈ സൂത്രത്തിൽ വിശദീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മോഷ്ടിക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചു, അത് ഒരു മനോകർമ്മമായി. അതേപോലെ തന്നെ മോഷ്ടിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു, അത് വാണിയുടെ കർമ്മമായി. മൂന്നാമതായിട്ട് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് നമ്മൾ മോഷ്ടിക്കാൻ തുടങ്ങി. മോഷണം എന്ന പ്രവൃത്തി നമ്മൾ ശരീരം കൊണ്ട് ചെയ്തു. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് മനസ്സിൽ മോഷണത്തെക്കുറിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര വലിയ കുറ്റമല്ല. അതേപോലെ തന്നെ നമ്മൾ വാക്കിലൂടെ മോഷണത്തെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാലും അതത്ര കുറ്റമല്ല. പക്ഷേ ഏറ്റവും കുറ്റകരമായിട്ടുള്ള കാര്യം നമ്മൾ ശരീരം കൊണ്ട് അത് ചെയ്യുന്ന സമയത്താണ് എന്നാണ് സാധാരണക്കാരുടെ വാദം. നമ്മുടെ നിയമവ്യവസ്ഥയും അതുതന്നെയാണ് അംഗീകരിക്കുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നത് ചേതനാഹം കമ്മം വദാമി ഭിക്ഷവേ എന്നാണ്. അതായത് ഭിക്ഷുക്കളെ, നിങ്ങളുടെ ചേതന അല്ലെങ്കിൽ മനസ്സിനെയാണ് ഞാൻ കർമ്മം എന്ന് പറയുന്നത്. മനസ്സിൽ നമ്മൾക്ക് ഉദാഹരണത്തിന് വ്യഭിചാരത്തിൻ്റെ ചിന്തയുണ്ടായി, വാണിയാൽ നമ്മൾ വ്യഭിചാരത്തിൻ്റെ കാര്യം പറഞ്ഞു, ശരീരം കൊണ്ട് നമ്മൾ വ്യഭിചാരം ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പാപം കിട്ടുന്നത് മനസ്സിൽ വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ തന്നെ ആ വ്യഭിചാരം നടന്നു കഴിഞ്ഞു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനാൽ മനോകർമ്മങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പുണ്യകർമ്മവും പാപകർമ്മവും നടക്കുന്നത് വാണിയിലോ ശരീരത്തിലോ അല്ല, മനസ്സിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഈ സൂത്രത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ നളന്ദയിൽ പാവരികയുടെ മാവിൻ തോപ്പിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് നിഘണ്ഠ ജ്ഞാതപുത്തൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജൈന സന്യാസിമാരും നാളന്ദയിൽ അവിടെ വിഹരിക്കുന്നുണ്ടായിരുന്നു. അവരുടെയും വലിയൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ജൈന സന്യാസിയായിട്ടുള്ള ദീഘതപസി എന്ന വ്യക്തി നാളന്ദിയിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങി. ഭിക്ഷാടനം കഴിച്ച് ഭിക്ഷാടനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് പാവാരികയുടെ മാവിൻ തോട്ടത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയി. അതിനുശേഷം അഭിവാദ്യം ചെയ്തു. അഭിവാദ്യവും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ദീഘതാപസി ഒരു ഭാഗത്ത് നിന്നു. ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താപസി, ഇവിടെ ഇരിക്കാനുള്ള ആസനങ്ങളുണ്ട്, താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കാം. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീഘതപസി താഴ്ന്ന ഒരു ഇരിപ്പിടത്തിൽ ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, താപസി, നിഘണ്ടു ജ്ഞാതപുത്ത വർഗത്തിൽപ്പെട്ട ജൈൻ മുനികൾ ഏതൊക്കെ തരത്തിലുള്ള കർമ്മം ചെയ്താലാണ് പാപകർമ്മങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗതമശാസ്ത്ര നിഘണ്ഠ ജ്ഞാതപുത്ത വിഭാഗത്തിൽപ്പെട്ട ജൈനന്മാർ കർമ്മം കർമ്മം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല. അവർ അതിനെ ദണ്ഡം എന്നാണ് വിളിക്കുന്നത്. ശരി താപസി, അവർ എത്ര തരത്തിലുള്ള ദണ്ഡത്തെയാണ് പാപകർമ്മങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗൗതമശാസ്ത്ര നിഘണ്ഠ ജ്ഞാതപുത്ത് 3 തരത്തിലുള്ള ദണ്ഡങ്ങളെയാണ് പാപകർമ്മങ്ങൾക്ക് കാരണമായിട്ട് പറയുന്നത്. കായദണ്ഡം, വജീദണ്ഡം, മനോദണ്ഡം. ഇവിടെ ദണ്ഡം എന്ന വാക്കിന് വടി എന്ന അർത്ഥമാണ് ഉള്ളത്. തപസി, ഈ കായദണ്ഡം, വജീദണ്ഡം, മനോദണ്ഡം ഇവ വെവ്വേറെയാണോ? ഗൗതമശാസ്താവേ, തീർച്ചയായിട്ടും ഇത് 3 വെവ്വേറെയാണ്. തപസി, ഈ 3 തരത്തിലുള്ള ദണ്ഡങ്ങളെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട്, ഇതിനെ അപഗ്രഥിച്ചിട്ടുണ്ട്. നിഘണ്ഠ ജ്ഞാതപുത്രന്മാർ ഏത് ദണ്ഡം ചെയ്തു കഴിഞ്ഞാലാണ് അത് ഏറ്റവും നിന്ദനീയമായിട്ടുള്ള പാപകർമ്മമായിട്ട് പറയുന്നത്? കായദണ്ഡം, വജീദണ്ഡം അല്ലെങ്കിൽ മനോദണ്ഡം? ഗൗതമശാസ്ത്ര, നിഘണ്ഠ ജ്ഞാതപുത്രന്മാർ എപ്പോഴും ശരീരദണ്ഡത്തെയാണ് ഏറ്റവും കൂടുതൽ നിന്ദനമായിട്ട് പറയുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയാണ് ഏറ്റവും നിന്ദനീയം എന്ന് പറയുന്നത്. എന്നാൽ വാണീദണ്ഡത്തിനും മനോദണ്ഡത്തിനും അത്ര പ്രശ്നമില്ല. തപസി, കായദണ്ഡം എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? ഗൗതമശാസ്ത്ര,
കായദണ്ഡം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതേ കാര്യം വീണ്ടും 3 ആവർത്തി പറയുന്നു. തപസി കായദണ്ഡം എന്ന് തന്നെയാണോ പറയുന്നത്? ഗൗതമശാസ്ത്ര കായദണ്ഡം എന്ന് തന്നെയാണ് പറയുന്നത്. തപസി കായദണ്ഡം എന്ന് തന്നെയാണോ പറയുന്നത്? അതെ ഗൗതമശാസ്ത്ര കായദണ്ഡം എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഭഗവാൻ ദീഘ തപസ്സിയെ അദ്ദേഹത്തിൻ്റെ തത്വത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീഘ തപസ്സി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, പാപകർമ്മങ്ങൾ ചെയ്യാനായിട്ട് എത്ര തരം ദണ്ഡങ്ങളാണ് താങ്കൾ പറയുന്നത്? ഭഗവാൻ പറഞ്ഞു, തപസ്സി, തഥാഗതൻ ഒരിക്കലും ദണ്ഡത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. അദ്ദേഹം ദണ്ഡത്തിന് പകരം കമ്മം കമ്മം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഗൗതമശാസ്ത്ര, അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിലുള്ള കർമ്മത്തെയാണ് താങ്കൾ പാപകർമ്മങ്ങളായിട്ട് പരിഗണിക്കുന്നത്? തപസ്സി, ഞാൻ 3 തരത്തിലുള്ള കർമ്മങ്ങളെയാണ് പാപകർമ്മങ്ങളായിട്ട് പരിഗണിക്കുന്നത്. കായകമ്മം, വചീകമ്മം, മനോകമ്മം. ഗൗതമശാസ്ത്ര, ഈ 3 കർമ്മങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണോ? തപസ്സി, തീർച്ചയായിട്ടും ഈ 3 കർമ്മങ്ങളും വെവ്വേറെ തന്നെയാണ്. ഗൗതമശാസ്താവേ, ഈ 3 കർമ്മങ്ങളെയും താങ്കൾ വെവ്വേറെയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതിൽ പാപകർമ്മം ചെയ്യുന്ന സമയത്ത് ഏത് കർമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ പാപം ലഭിക്കുന്നത്? കായിക കർമ്മമാണോ, വചീകർമ്മമാണോ, അല്ലെങ്കിൽ മനോകർമ്മമാണോ? തപസ്സി, ഞാൻ പറയുന്നത് മനോകർമ്മമാണ് പാപം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിന്ദനീയമായിട്ടുള്ള ഫലം തരുന്നത് എന്നാണ് പറയുന്നത്. കായകർമ്മത്തിനോ അതേപോലെ തന്നെ വാണിയുടെ കർമ്മത്തിനോ അത്രയധികം പ്രാധാന്യമില്ല. ഗൗതമശാസ്ത്ര, താങ്കൾ മനോകർമ്മം എന്ന് തന്നെയാണോ പറയുന്നത്? അതേ തപസ്സി, ഞാൻ മനോകർമ്മം എന്ന് തന്നെയാണ് പറയുന്നത്. ഗൗതമശാസ്ത്ര, താങ്കൾ മനോകർമ്മം എന്ന് തന്നെയാണോ പറയുന്നത്? അതേ തപസ്സി, ഞാൻ മനോകർമ്മം എന്ന് തന്നെയാണ് പറയുന്നത്. ഗൗതമശാസ്ത്ര, താങ്കൾ മനോകർമ്മം എന്ന് തന്നെയാണോ പറയുന്നത്? അതേ തപസ്സി, ഞാൻ മനോകർമ്മം എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആ ദീഘ തപസ്സി ഭഗവാന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി 3 പ്രാവശ്യം ആവർത്തിച്ചു. അതിനുശേഷം ദീഘ തപസ്സി തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിഘണ്ഠ ജ്ഞാതപുത്തൻ്റെ അടുത്തെത്തി. ആ സമയത്ത് നിഘന്തോ ജ്ഞാതപുത്തൻ ബാലകിയിലെ ഒരുപാട് ഉപാസകരുടെ സംഘത്തിൻ്റെ മധ്യത്ത് ഇരിക്കുകയായിരുന്നു. ഉപാലി ആയിരുന്നു അവരുടെ നേതാവ്. അപ്പോൾ നിഘന്ത ജ്ഞാതപുത്തൻ ദീഘ തപസ്സി വരുന്നത് ദൂരത്തു നിന്ന് തന്നെ കണ്ടു. എന്നിട്ട് ദീഘ തപസ്സിയോട് ഇങ്ങനെ പറഞ്ഞു, ദീഘ തപസ്സി, താങ്കൾ ഈ ഉച്ചസമയത്ത് എവിടെ നിന്നാണ് വരുന്നത്? ബന്ദേ, ഞാൻ ഈ സമയത്ത് ഗൗതമശാസ്താവിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ തപസ്സി, താങ്കൾ സമണ ഗൗതമനുമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തോ? അതെ സാർ, ഞാൻ ചർച്ച ചെയ്തു. തപസ്സി, ഏത് തരത്തിലുള്ള ചർച്ചയാണ് താങ്കളും അതേപോലെ തന്നെ ശ്രമണ ഗൗതമനും ചേർന്ന് നടത്തിയത്? അപ്പോൾ ദീഘ തപസ്സി നിഘണ്ഠ ജ്ഞാതപുത്തനോട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇവിടെ കായകർമ്മം, മനോകർമ്മം, വചീകർമ്മം എന്നതിനെപ്പറ്റി അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. കായകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. വചീകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണി കൊണ്ട് ചെയ്യുന്ന കർമ്മം. അതേപോലെ തന്നെ മനോകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മം. ഇവിടെ ജൈനന്മാരുടെയും അതേപോലെ തന്നെ ഭഗവാന്റെയും രണ്ടുപേരുടെയും വാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഉദാഹരണം എടുക്കാം. പ്രാണികളെ കൊല്ലണം എന്ന ഒരു ചിന്ത ഒരു വ്യക്തിക്ക് വന്നു. ജൈനന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനോകർമ്മമാണ്, അത് വലിയ പ്രാധാന്യമുള്ളതല്ല. അതേപോലെ തന്നെ പ്രാണിയെ കൊല്ലുന്നതിനെ പറ്റി സംസാരിച്ചു, അതും ഒരു മനോകർമ്മമാണ്, അത് ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രാണികളെ ശരിക്കും കൊന്നു ശരീരം കൊണ്ട് നമ്മൾ കൊല്ലുകയാണെങ്കിൽ ആ ശരീരകർമ്മം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, അതിനാണ് പാപഫലം നമുക്ക് ലഭിക്കുന്നത്. മനോകർമ്മത്തിനോ അതേപോലെ തന്നെ വാണീകർമ്മത്തിനോ അല്ല ഫലം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ശരീരകർമ്മത്തിനാണ് എന്നാണ് അവരുടെ വാദം. എന്നാൽ ഭഗവാൻ പറയുന്നത്, മനസ്സിൽ ഒരു പ്രാണിയെ ചിന്തിക്കണം എന്നുള്ള ആ തോന്നൽ വന്നാൽ അതിനാണ് ഏറ്റവും കൂടുതൽ പാപം, അതാണ് ശരിയായിട്ടുള്ള കർമ്മം. വാണി കൊണ്ടുള്ള കർമ്മം അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള കർമ്മത്തിന് അത്രയധികം ഫലമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത് മനോകർമ്മത്തിനാണ്
എന്നാണ് പറയുന്നത്. അതായത് വ്യഭിചാരം ചെയ്യണം എന്ന ചിന്ത മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യഭിചരിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് പിന്നെ വാണിയിലൂടെ സംസാരിക്കേണ്ട, പ്രവൃത്തിയിലൂടെ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ചേതനാഹം കമ്മം വദാമി ഭിക്കവേ. മനസ്സിൻ്റെ ചേതനയെയാണ് ഞാൻ കർമ്മം എന്ന് വിളിക്കുന്നത്. അതിനാണ് ഫലം. ഈ മനോകർമ്മങ്ങൾ തന്നെയാണ് പിന്നീട് വാണി കൊണ്ടുള്ള കർമ്മങ്ങളായിട്ട് മാറുന്നതും പിന്നീട് ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളായിട്ട് മാറുന്നതും. എല്ലാ കർമ്മങ്ങളും ആദ്യം തുടങ്ങുന്നത് മനസ്സിലാണ്. അതിനാൽ അവിടെ തന്നെയാണ് അതിന് ഫലം കിട്ടുന്നത് എന്നാണ് പറയുന്നത്, പുണ്യവും പാപവും. ദീഘതപസി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിഘണ്ട് ജ്ഞാതപുത്തൻ ദീഘതപസിനോട് പറഞ്ഞു, സാധു സാധു തപസി, വളരെ നന്നായി തപസി. ദീഘതപസി ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി ഗ്രഹിച്ചത് പ്രകാരം, നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു ശിഷ്യൻ ശരിയായിട്ട് എപ്രകാരം പറയുമോ അപ്രകാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ട് തന്നെയാണ് ദീഘതപസി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്ഥൂലമായിട്ടുള്ള ശരീരദണ്ഡം തന്നെയാണ് ഏറ്റവും കൂടുതൽ പാഫലം തരുന്നത്. സൂക്ഷ്മമായിട്ടുള്ള മനോദണ്ഡത്തെപ്പറ്റി എന്തു പറയാനാണ്? തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപുണ്യം നേടുന്നത് ഈ കായദണ്ഡങ്ങൾ തന്നെയാണ്. എന്നാൽ വചീദണ്ഡങ്ങൾക്കോ അതേപോലെ തന്നെ മനോദണ്ഡത്തിനോ അത്രയധികം പ്രശ്നങ്ങളില്ല. നിഘണ്ട് ജ്ഞാതപുത്തൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗൃഹസ്ഥൻ ഉപാളി അദ്ദേഹത്തിനോട് പറഞ്ഞു, സാധു സാധു ബന്ധേ ദീഘതപസി ബന്ധേ, വളരെ വളരെ നന്നായി. ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ശരിയായിട്ട് ഗ്രഹിച്ച, ശരിയായിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു ശിഷ്യനെ പോലെയാണ് ദീഘതപസി ഉത്തരം പറഞ്ഞത്. സ്ഥൂലമായിട്ടുള്ള കായദണ്ഡങ്ങളോട് ഉപമിക്കുന്ന സമയത്ത് സൂക്ഷ്മമായിട്ടുള്ള മനോദണ്ഡം ഒന്നും തന്നെയില്ല. പാപകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാപഫലം ലഭിക്കുന്നത് കായദണ്ഡത്തിനാണ്, മനോദണ്ഡത്തിനല്ല. ബന്ധേ, ഈ കാര്യത്തിനായിട്ട് രമണ ഗൗതമൻ്റെ ഈ തത്വത്തെ ഖണ്ഡിക്കുന്നതിന് ഞാൻ പോകുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ദീഘതപസ്യനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ സംവാദത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും ചുറ്റും ഞാൻ വലിക്കും. ശക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ പിടിച്ച് അതിനെ മുന്നോട്ടും പിന്നോട്ടും ചുറ്റും വലിക്കുന്നത് പോലെ ഞാൻ ശ്രമണ ഗൗതമനോട് വാഗ്വാദം ചെയ്യും. ഞാൻ ശ്രമണ ഗൗതമനെ മുന്നോട്ടും പിന്നോട്ടും 4 ദിശയിലും ഒരേപോലെ വലിക്കും. ബലവാനായിട്ടുള്ള ഒരു മദ്യമുണ്ടാക്കുന്ന പുരുഷൻ ഒരു വലിയ അരിപ്പയെ കുളത്തിലിടുന്നു. എന്നിട്ട് അതിൻ്റെ കൈപ്പിടി വലിച്ച് അതിനെ മുന്നോട്ടും പിന്നോട്ടും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അതിനെ കറക്കുന്നു. ഞാൻ ശ്രമണ ഗൗതമനോട് സംവാദത്തിൽ ഏർപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ കുലുക്കി താഴെ വീഴ്ത്തും. എന്നിട്ട് നല്ല അടി കൊടുക്കും. ബലവാനായിട്ടുള്ള മദ്യം ഉണ്ടാക്കുന്ന ഒരു പുരുഷൻ എങ്ങനെയാണോ തൻ്റെ അരിപ്പയുടെ കൈപ്പിടിയിൽ പിടിച്ച് അതിനെ കുലുക്കുകയും താഴെയിടുകയും എന്നിട്ട് അതിനെ പല പ്രാവശ്യം കൊട്ടുകയും ചെയ്യുന്നത്, ഞാൻ ശ്രമണ ഗൗതമനെ ഒരു കാതുകുളി നടത്തും. ഒരു 60 വയസ്സായിട്ടുള്ള ഒരു ആന താമരക്കുളത്തിൽ ചാടുന്നു, എന്നിട്ട് ചെവിക്കുളി നടത്തുന്ന പോലെ, അതുപോലെ ഞാൻ ശ്രമണ ഗൗതമനെയും വാദത്തിൽ കുളിപ്പിക്കുന്നതാണ്. ബന്ധേ, ഞാൻ പോയിട്ട് ശ്രമണ ഗൗതമൻ്റെ ഈ വാദത്തെ ഖണ്ഡിക്കുന്നതാണ്. ഗൃഹസ്ഥ, താങ്കൾ പോകുക. ശ്രമണ ഗൗതമൻ്റെ ഈ വാദത്തെ താങ്കൾ ഖണ്ഡിക്കുക. ഒന്നുകിൽ ഞാൻ പോകണം, അല്ലെങ്കിൽ ദീഘതപസി പോകണം, അല്ലെങ്കിൽ താങ്കൾ പോകണം. നിഘണ്ട് ജ്ഞാതപുത്തൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീഘതപസി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ബന്ധേ, ഗൃഹസ്ഥനായിട്ടുള്ള ഉപാലിയെ ശ്രമണ ഗൗതമൻ്റെ വാദത്തെ ഖണ്ഡിക്കുന്നതിന് അയക്കുന്നത് അത്ര ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ശ്രമണ ഗൗതമൻ ഒരു മായാജാലക്കാരനാണ്. ഒരു വ്യക്തിയെ മാറ്റുന്നതിനുള്ള മായാജാലം അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ മറ്റുള്ള ധർമ്മങ്ങളുടെ ശിഷ്യന്മാരെ അദ്ദേഹം സ്വന്തം ധർമ്മത്തിലേക്ക് ആ മായാജാലം കൊണ്ടാണ് മാറ്റുന്നത്. അപ്പോൾ നിഘണ്ട് ജ്ഞാതപുത്രൻ ഇങ്ങനെ പറഞ്ഞു, ദീഘതപസി, ഇത് ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും ഉപാളി ഗൗതമശാസ്താവിൻ്റെ ശിഷ്യനാകില്ല. എന്നാൽ ശ്രമണ ഗൗതമൻ ഉപാളിയുടെ ശിഷ്യനാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനാൽ ഗൃഹസ്ഥ, താങ്കൾ പോകുക.
ശ്രമണ ഗൗതമൻ്റെ ഈ വാദത്തെ താങ്കൾ ഖണ്ഡിക്കുക. ഒന്നുകിൽ ഞാൻ പോകണം, അല്ലെങ്കിൽ ദീഘതപസി പോകണം, അല്ലെങ്കിൽ താങ്കൾ പോകണം. രണ്ടാമതും മൂന്നാമതും തവണ ദീഘതപസി നികണ്ഠ ജ്ഞാതപുത്രനോട് ഗൃഹസ്ഥനായിട്ടുള്ള ഉപാലിയെ അയക്കരുത് എന്ന് പറഞ്ഞു. അതത്ര നല്ലതല്ല. ശ്രമണ ഗൗതമൻ ഒരു ഇന്ദ്രജാലക്കാരനാണ്, മജീഷ്യനാണ്. അദ്ദേഹത്തിന് ഇന്ദ്രജാലം അറിയാം. മറ്റുള്ള ധർമ്മത്തിലെ ശിഷ്യന്മാരെ സ്വന്തം ഇന്ദ്രജാലം കൊണ്ടാണ് അദ്ദേഹം മാറ്റുന്നത്. നികണ്ഠജ്ഞാതപുത്രൻ വീണ്ടും ദീഘതപസ്സിയോട് പറഞ്ഞു, തപസ്സി, അതൊരിക്കലും സാധ്യമല്ല. ഉപാലി ഒരിക്കലും ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാകില്ല. എന്നാൽ ശ്രമണ ഗൗതമൻ ഉപാലിയുടെ ശിഷ്യനാകാൻ സാധ്യതയുണ്ട്. ഗൃഹസ്ഥ, താങ്കൾ പോകുക. ശ്രമണ ഗൗതമൻ്റെ ആ തത്വത്തെ താങ്കൾ ഖണ്ഡിക്കുക. ഒന്നുകിൽ താങ്കൾ പോകണം, അല്ലെങ്കിൽ ദീഘതപസ്സി പോകണം, അല്ലെങ്കിൽ ഞാൻ പോകണം. ശരി ബന്ദേ എന്ന് ഉപാലി നികണ്ഠജ്ഞാതപുത്രനോട് പറഞ്ഞു. അദ്ദേഹം തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. നികണ്ഠജ്ഞാതപുത്രനെ വളരെ ബഹുമാനത്തോടുകൂടി 3 തവണ പ്രദക്ഷിണം വെച്ചു. അദ്ദേഹത്തിന് വലതുവശത്ത് നിർത്തി കൊണ്ടാണ് പ്രദക്ഷിണം വെച്ചത്. അതിനുശേഷം ഗൃഹപതി ഉപാലി ഭഗവാന്റെ അടുത്ത് ചെന്നു, അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ദീഘതപസ്സി എന്ന ജൈന സന്യാസി ഇവിടെ വന്നിരുന്നു. ഭഗവാൻ പറഞ്ഞു, ഗൃഹസ്ഥ, ദീഘതപസ്സി എന്ന ജൈന സന്യാസി ഇവിടെ വന്നിരുന്നു. ബന്ദേ, താങ്കളും ദീഘതപസ്സിയും തമ്മിൽ എന്തെങ്കിലും ചർച്ച ചെയ്തിരുന്നോ? അതേ ഗൃഹപതി, ഞാനും ദീഘതപസ്സിയും തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. ബന്ദേ, ഏതൊരു തരത്തിലുള്ള ചർച്ചയാണ് താങ്കളും ദീഘതപസ്സിയും തമ്മിൽ നടത്തിയത്? അപ്പോൾ ഭഗവാൻ ഉപാലിയോട് നടന്ന ചർച്ച എല്ലാം തന്നെ വിവരിച്ചു. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൃഹസ്ഥനായിട്ടുള്ള ഉപാലി അദ്ദേഹത്തോട് പറഞ്ഞു, സാധു സാധു ബന്ദേ തപസ്സി, വളരെ നല്ലത്, വളരെ നല്ലത് ബന്ദേ തപസ്സി. ശരിയായിട്ടുള്ള രീതിയിലാണ് ദീഘതപസ്സി ശ്രമണ ഗൗതമന് ഉത്തരം കൊടുത്തത്. ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം ശരിക്ക് മനസ്സിലാക്കിയ, ശരിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ശിഷ്യന് മാത്രമേ ആ രീതിയിലുള്ള ഉത്തരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ കായദണ്ഡം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള മനോദണ്ഡം എന്നത് അത്ര പ്രധാനപ്പെട്ടതല്ല. അതിനാൽ കായദണ്ഡം തന്നെയാണ് പാപകർമ്മം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാപഫലം ലഭിക്കുന്നത് കായദണ്ഡത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ വജീദണ്ഡത്തിനും മനോദണ്ഡത്തിനും അത്ര തന്നെ പ്രശ്നമില്ല. ഭഗവാൻ അപ്പോൾ ഉപാലിയോട് പറഞ്ഞു, ഗൃഹപതി, താങ്കൾ സത്യത്തിന് അനുസരിച്ച് വാദപ്രതിവാദം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനെപ്പറ്റി അല്പം ചർച്ച ചെയ്യാവുന്നതാണ്. ശരി ബന്ദേ, ഞാൻ സത്യത്തെ ആശ്രയിച്ച് തന്നെ ഇതിനെ ചർച്ച ചെയ്യാം. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഗൃഹപതി, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു ജൈൻ മുനിയെപ്പറ്റി ആലോചിക്കുക. ആ വ്യക്തി രോഗിയാണ്, ബുദ്ധിമുട്ടുകയാണ്, രോഗത്താൽ ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. അവർ തണുത്ത വെള്ളത്തെ ഉപേക്ഷിച്ച് ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുന്നു. അതിനാൽ തണുത്ത വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർ മരിച്ചേക്കാം. അപ്പോൾ ഗൃഹപതി, നികണ്ഠ ജ്ഞാതപുത്രന് അനുസരിച്ച് ആ വ്യക്തി എവിടെയാണ് പുനർജനിക്കുക? ബന്ദേ, മനോസത്ത എന്ന ദേവ ലോകത്തിലായിരിക്കും അവർ ഉൽപ്പന്നമാകുക. അതിൻ്റെ കാരണം എന്താണ്? ബന്ദേ, അവർ മനസ്സിൽ ആസക്തി വെച്ചുകൊണ്ടാണ് അവർ മരിച്ചത്. മനസ്സുമായിട്ട് പ്രതിബദ്ധരായിക്കൊണ്ടാണ് അവർ മരിച്ചത്. മനോപടിബദ്ധോ. ഗൃഹപതി, താങ്കൾ ചിന്തിക്കുക. ഉത്തരം പറയുന്നതിന് മുമ്പ് താങ്കൾ ആലോചിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ താങ്കൾ പറഞ്ഞു താങ്കൾ സത്യത്തെ ആശ്രിതമാക്കി ചർച്ച ചെയ്യും എന്ന്. ബന്ദേ, ഭഗവാൻ ഇങ്ങനെ പറയുകയാണെങ്കിലും കായദണ്ഡം തന്നെയാണ് ഏറ്റവും പാപകർമ്മത്തിൽ കൂടുതൽ ഫലം തരുന്നത്. വജീദണ്ഡമോ അതേപോലെ തന്നെ മനോദണ്ഡമോ അത്ര തന്നെ ഫലം തരില്ല. ഗൃഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? എല്ലാ കാര്യത്തിലും സംവരണം ചെയ്തിട്ടുള്ള ഒരു ജൈൻ മുനിയെപ്പറ്റി ആലോചിക്കുക. ഏതൊരു കാര്യത്തിൽ നിയന്ത്രണം വേണമോ അവിടെ അദ്ദേഹം കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ആ നിയന്ത്രിച്ചതിൽ അദ്ദേഹം പരിപൂർണനാണ്. ആ നിയന്ത്രണം നേടേണ്ട എല്ലാറ്റിലും അദ്ദേഹം നിയന്ത്രണം നേടിയിട്ടുണ്ട്. ആ ജൈനസന്യാസി പുറത്തു പോകുന്ന സമയത്തും അകത്തേക്ക് വരുന്ന സമയത്തും അവർ അറിയാതെ തന്നെ ആകസ്മികമായിട്ട് തന്നെ ഒരുപാട് പ്രാണികളെ ചവിട്ടി മെതിക്കുന്നു,
അതിന് ഹാനിയുണ്ടാക്കുന്നു. ഗ്രഹപതി, നിഗണ്ഡ ജ്ഞാതപുത്രനനുസരിച്ച് അവർക്ക് ഏത് തരത്തിലുള്ള ഫലമാണ് ലഭിക്കുക? ബന്ദേ, നിഗണ്ഡ ജ്ഞാതപുത്ത് പറയുന്നത് നമ്മൾ മനസ്സറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അധികം പാപമില്ല എന്നാണ്. ഗ്രഹപതി, അപ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾക്കോ? ബന്ദേ, അത് വളരെയധികം ദോഷകരമാണ്. ഗ്രഹപതി, ആ മനസ്സറിഞ്ഞ കാര്യങ്ങളെ നിഗണ്ഡ ജ്ഞാതപുത്രൻ ഏത് വിഭാഗത്തിലായിട്ടാണ് തരംതിരിക്കുന്നത്? ബന്ദേ, അതിനെ മനോദണ്ഡത്തിലാണ് അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. ഗ്രഹപതി, ചിന്തിക്കുക. നിങ്ങൾ ഉത്തരം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണം. എന്തെന്നാൽ താങ്കൾ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ താങ്കൾ പറഞ്ഞു താങ്കൾ സത്യത്തിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് വാദം ചെയ്യുമെന്ന്. ബന്ദേ, ഭഗവാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ കൂടി കായദണ്ഡം തന്നെയാണ് ഏറ്റവും കൂടുതൽ പാപകർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പാപഫലം തരുന്നത്. വജീദണ്ഡമോ മനോദണ്ഡമോ അത്ര തന്നെ പാപഫലം തരുന്നില്ല. ഗ്രഹപതി, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ നളന്ദ സമൃദ്ധമായിട്ടുള്ള രാജ്യമല്ലേ? ഇവിടെ ധാരാളം ജനങ്ങളില്ലേ? ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന പ്രദേശമല്ലേ ഈ നളന്ദ? അതേ ബന്ദേ, നളന്ദ സമൃദ്ധമാണ്. വളരെയധികം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ഗ്രഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു വ്യക്തി ഒരു ഊരി പിടിച്ച വാളുമായിട്ട് ഇവിടെ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഒരു ക്ഷണത്തിൽ ഞാൻ ഈ എല്ലാ ജീവിക്കുന്ന ജനങ്ങളെയും പ്രാണികളെയും, ഈ നളന്ദയിലുള്ള എല്ലാ ജനങ്ങളെയും പ്രാണികളെയും ഒരു ക്ഷണം കൊണ്ട് വെട്ടുനുറുക്കി മാംസകഷ്ണമാക്കും. ഗ്രഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ബന്ദേ, 7, 10, 20, 30, 40, 50 ആൾക്കാർക്ക് പോലും അത് ചെയ്യാൻ സാധിക്കില്ല. ഒരു ക്ഷണത്തിൽ ആ വ്യക്തിക്ക് ഈ നളന്ദയിലുള്ള എല്ലാ പ്രാണികളെയും വെട്ടുനുറുക്കി മാംസകഷ്ണമാക്കാൻ സാധിക്കില്ല. പിന്നെയാണോ വെറും ഒരു പുരുഷൻ? ഗ്രഹപതി, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു സമണൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തിക്ക് വളരെയധികം തപശക്തിയുണ്ട്, തപോബലമുണ്ട്. അവർ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ വ്യക്തി ഇവിടെ വരികയാണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ നളന്ദയെ മുഴുവൻ ഭസ്മമാക്കി തീർക്കും. എൻ്റെ മനസ്സിൽ ദ്വേഷത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇതിനെ മുഴുവൻ ഭസ്മമാക്കി തീർക്കും. ഗ്രഹപതി, താങ്കൾ എന്ത് കരുതുന്നു? ആ സന്യാസിക്ക് അല്ലെങ്കിൽ ശ്രമണ ബ്രാഹ്മണന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ബന്ദേ, ഒരു ശ്രമണ ബ്രാഹ്മണന് ആ വ്യക്തിക്ക് തപോശക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ, ആ വ്യക്തിക്ക് 7, 20, 40, 50 ഇതേപോലെയുള്ള നളന്തകളെ മനസ്സിൻ്റെ ഒരു ദ്വേഷവിചാരം കൊണ്ട് അവർക്ക് ഭസ്മമാക്കാൻ സാധിക്കും. പിന്നെയാണോ കേവലം ഒരു നളന്ത? ഗ്രഹപതി, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഉത്തരം തരുന്നതിന് മുമ്പ് വീണ്ടും ചിന്തിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ താങ്കൾ പറഞ്ഞു താങ്കൾ സത്യത്തിനു വേണ്ടി വാദിക്കുമെന്ന്. ഭഗവാൻ ഇങ്ങനെ പറയുകയാണെങ്കിലും കായദണ്ഡം തന്നെയാണ് ഏറ്റവും പാപഫലം തരുന്നത് പാപകർമ്മങ്ങൾക്ക്. വജീദണ്ഡവും മനോദണ്ഡവും അത്ര പാപഫലം തരുന്നതല്ല. ഗ്രഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ ദണ്ഡക അരണ്യത്തെപ്പറ്റി, കലിംഗാരണ്യത്തെപ്പറ്റി, മെജ്ജാരണ്യത്തെപ്പറ്റി, മാതങ്കാരണ്യത്തെപ്പറ്റി, അവ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് ബന്ദേ, ഞാൻ ഈ ആരണ്യങ്ങളെപ്പറ്റി എല്ലാം കേട്ടിട്ടുണ്ട്. ഗ്രഹപതി, എന്താണ് ഈ ആരണ്യത്തെപ്പറ്റി താങ്കൾ കേട്ടിരിക്കുന്നത്? ബന്ദേ, മുനിമാരുടെ മനസ്സിൻ്റെ ഒരു ദ്വേഷം വിചാരം കൊണ്ടാണ് ദണ്ഡകാരണ്യവും കലിംഗാരണ്യവും മെജ്ജാരണ്യവും മേതങ്കാരണ്യവും ഇതേപോലെ ആയത്. ഗ്രഹപതി, നിങ്ങൾ ആലോചിക്കുക. ഉത്തരം പറയുന്നതിന് മുമ്പ് താങ്കൾ ആലോചിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും രണ്ടും പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ താങ്കൾ പറഞ്ഞു സത്യത്തെ ആശ്രിതമാക്കി നമ്മൾക്ക് ചർച്ച ചെയ്യാം എന്ന്. അതിനാലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബന്ദേ, താങ്കളുടെ ആദ്യത്തെ ഉപമയിൽ തന്നെ ഞാൻ തൃപ്തനായിരുന്നു, ഞാൻ സന്തുഷ്ടനായിരുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും താങ്കൾ ഒരു പ്രശ്നത്തിന് ഏതെല്ലാം തരത്തിലുള്ള ഉപായങ്ങളാണ് പറയുന്നത് എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും താങ്കളെ ഇതേ രീതിയിൽ എതിർത്ത് സംസാരിച്ചത്.
വളരെ നന്നായി ബന്ദേ, വളരെ നന്നായി. കമഴ്ത്തി വെച്ചിരിക്കുന്നതിനെ നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ, മറിഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഇരുട്ടത്ത് ദീപം തെളിയിക്കുന്നത് പോലെ, ആ സമയത്ത് കണ്ണുള്ളവർക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. അതുപോലെ ഭഗവാൻ ധർമ്മത്തെ അനേക പ്രകാരത്തിൽ വ്യാഖ്യാനിച്ചു തന്നു. ഞാൻ ഇന്നു മുതൽ ഭഗവാന്റെ ശരണം പോകുന്നു, ധർമ്മത്തിൻ്റെ ശരണം പോകുന്നു, സംഘത്തിൻ്റെ ശരണം പോകുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ അവസാനിക്കുന്നത് വരെ ഞാൻ താങ്കളുടെ ഒരു ഉപാസകനായിട്ട് താങ്കൾ എന്നെ കരുതണം. ഗ്രഹപതി, താങ്കൾ ആലോചിച്ച് തന്നെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വളരെ പ്രസിദ്ധരായിട്ടുള്ള താങ്കളെപ്പോലെയുള്ള വ്യക്തികൾ ശരിയായിട്ട് ആലോചിച്ചതിന് ശേഷമേ തീരുമാനമെടുക്കാവൂ. ബന്ദേ, ഞാനിപ്പോൾ ഭഗവാനിൽ കൂടുതൽ പ്രസന്നനാണ്, താങ്കളിൽ കൂടുതൽ തൃപ്തനാണ്. എന്തെന്നാൽ താങ്കൾ പറയുന്നു ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് പറയുന്നത്. എന്തെന്നാൽ മറ്റുള്ള ധർമ്മക്കാർക്ക് എന്നെ അവരുടെ ശിഷ്യനായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെപ്പറ്റി നളന്ത മുഴുവൻ പ്രസിദ്ധപ്പെടുത്തും. എന്നിട്ടിങ്ങനെ പറയും, ഗൃഹസ്ഥനായിട്ടുള്ള ഉപാലി ഇപ്പം ഞങ്ങളുടെ ശിഷ്യനാണ്. എന്നാലും ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഗൃഹസ്ഥ, നിങ്ങൾ നല്ലപോലെ തീരുമാനിച്ച് ശേഷം വേണം പ്രവർത്തിക്കാൻ. താങ്കളെപ്പോലെ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. അതാണ് ശരിയായിട്ടുള്ള കാര്യം. രണ്ടാമതും ഞാൻ ഭഗവാനിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണാവസാനം വരെ ഭഗവാൻ എന്നെ ഒരു ഉപാസകനായിട്ട് കണക്കാക്കണം. ഗ്രഹപതി, വളരെ കാലമായി താങ്കളുടെ കുടുംബം ജൈനമുനിന്മാർക്ക് വളരെയധികം സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. അവർ വരുന്ന സമയത്ത് വീണ്ടും അതേപോലെ തന്നെ താങ്കൾ അവർക്ക് ദാനം കൊടുക്കാൻ ശ്രമിക്കണം. ഭഗവാനെ, ഞാനിപ്പോൾ വീണ്ടും കൂടുതൽ താങ്കളിൽ തൃപ്തനായി, എനിക്ക് സന്തോഷമായി. എന്തെന്നാൽ താങ്കൾ പറയുന്നു ജൈൻ മുനിമാർ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം എന്ന് താങ്കൾ പറയുന്നു. ബന്ദേ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ശ്രമണ ഗൗതമൻ ഇങ്ങനെയാണ് പറയുന്നത്, എപ്പോഴും എനിക്കാണ് ദാനം തരേണ്ടത്, മറ്റുള്ളവർക്കല്ല. എൻ്റെ ശിഷ്യന്മാർക്കാണ് ദാനം കൊടുക്കേണ്ടത്, മറ്റുള്ളവരുടെ ശിഷ്യന്മാർക്കല്ല. എനിക്ക് ദാനം തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലദായകം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല. എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഫലദായകം, മറ്റുള്ളവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതല്ല. എന്നാലും ഭഗവാൻ എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നു, ജൈൻ മുനിമാർക്ക് ഞാൻ കൊടുക്കണം. തീർച്ചയായിട്ടും ബന്ദേ, ശരിയായിട്ടുള്ള സമയത്ത് ഞാൻ അത് ചെയ്യുന്നതാണ്. മൂന്നാമതും ഞാൻ ഭഗവാനിൽ ശരണം തേടുന്നു, മൂന്നാമതും ഞാൻ ധർമ്മത്തിൽ ശരണം തേടുന്നു, മൂന്നാമതും ഞാൻ സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ അവസാനിക്കുന്നത് വരെ എന്നെ ഭഗവാന്റെ ഉപാസകനായിട്ട് എന്നെ കരുതണം. അതിനുശേഷം ഭഗവാൻ ഉപാലിയെ ക്രമപൂർവം കഥകൾ പറഞ്ഞു കൊടുത്തു. ദാനത്തിൻ്റെ കഥ, ശീലത്തിൻ്റെ കഥ, സ്വർഗത്തിൻ്റെ കഥ, ഇന്ദ്രിയസുഖങ്ങളുടെ ഭയത്തിൻ്റെ ആപത്തിൻ്റെ കഥ, സന്യാസത്തിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ നല്ല ഫലങ്ങൾ. ഉപാളിയുടെ മനസ്സ് തയ്യാറായി, മൃദുവായി, നീവരണങ്ങളില്ല, പ്രമോദമുള്ളതാണ് എന്ന് ഭഗവാന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബുദ്ധന്മാരുടെ സ്പെഷ്യലായിട്ടുള്ള ധർമ്മത്തെ ആ ഉപാലിക്ക് ഉപദേശിച്ചു കൊടുത്തു. ദുഃഖം, സമുദയം, നിരോധം, മാർഗം, അതായത് 4 ആര്യസത്യങ്ങൾ. എപ്രകാരം ശുദ്ധമായിട്ടുള്ള ഒരു വസ്ത്രം നിറം ആകിരണം ചെയ്യുന്നുവോ, ആ ഇരിപ്പിൽ തന്നെ ഉപാളിക്ക് കളങ്കമില്ലാത്ത പരിശുദ്ധമായിട്ടുള്ള ആ ദൃഷ്ടി ഉൽപ്പന്നമായി, ധമ്മദൃഷ്ടി ഉൽപ്പന്നമായി. എം കിഞ്ചി സമുദയ ധമ്മം സബ്ബം തം നിരോധധമ്മന്തി. ഏതൊന്ന് ഉൽപ്പന്നമാകുന്ന ധർമ്മമുണ്ടോ, അല്ലെങ്കിൽ ഏതൊന്നിന് തുടക്കമുണ്ടോ, അത് തീർച്ചയായിട്ടും ഇല്ലാതാകുക തന്നെ ചെയ്യും. അതായത് നിർവ്വാണത്തിൻ്റെ ആദ്യത്തെ അനുഭൂതി ഉപാലിക്ക് ഉണ്ടായി. ഇങ്ങനെയാണ് മിക്ക സമയത്തും ഭഗവാന്റെ അടുത്ത് വരുന്നവർക്കുള്ള അനുഭവങ്ങൾ. അവർ വന്ന് ഇരിക്കുന്നു, ഉപദേശം കേൾക്കുന്നു, ഉടൻ തന്നെ അവർ ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ തുടങ്ങിയ അവസ്ഥകളിലെത്തുന്നു. പലരും പറയും അവർക്ക് പാർമി വളരെയധികമുണ്ട് എന്ന്. പക്ഷേ അത് ഇക്കാലത്തും ശരിയായിട്ടുള്ള ധർമ്മമാണെങ്കിൽ ഇക്കാലത്തും സംഭവിക്കണം. കാരണം ധർമ്മത്തിൻ്റെ ഒരു ലക്ഷണം അകാലികോ, അതായത് അതിന് കാലം എടുക്കില്ല, സമയമെടുക്കില്ല. അത് അന്നും ഇന്നും
അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ സൂത്രങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾക്കും ഇതേപോലെയുള്ള അനുഭവം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഉപാളി ധർമ്മത്തെ നേടി, അതിനെ മനസ്സിലാക്കി, അതിൻ്റെ ആഴം ഗ്രഹിച്ചു. ഉപാളിക്ക് സംശയം തീർന്നു, മനസ്സിൻ്റെ ചാഞ്ചല്യം തീർന്നു, സ്വയം ഉറപ്പായി, മറ്റുള്ള ഗുരുക്കന്മാരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാതായി. അപ്പോൾ ഉപാലി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, എനിക്കെപ്പോൾ പോകേണ്ടതുണ്ട്. എനിക്ക് ഒരുപാട് ജോലികൾ ഉണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഗൃഹപതി, താങ്കൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഉപാളി ഭഗവാൻ പറഞ്ഞതിനോട് പരിപൂർണമായിട്ടും സമ്മതിച്ചു, ശരിയാണെന്ന് സമ്മതിച്ചു. അതിനുശേഷം തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു ഭഗവാനെ വളരെ ബഹുമാനത്തോടുകൂടി ഭഗവാനെ വലതുവശത്താക്കി 3 തവണ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം തൻ്റെ വാസസ്ഥലത്തെത്തി. തൻ്റെ വാസസ്ഥലത്തിൽ ദ്വാരപാലകനോട് ഇങ്ങനെ പറഞ്ഞു, ദ്വാരപാലക, ഇന്നു മുതൽ ഈ ദ്വാരം ജൈന മുനിമാർക്കും ഭിക്ഷുണികൾക്കും തുറക്കരുത്. പക്ഷേ ഈ ദ്വാരം ബുദ്ധനും ബുദ്ധഭിക്ഷുക്കൾക്കും ബുദ്ധഭിക്ഷുണികൾക്കും ഉപാസകന്മാർക്കും ഉപാസികമാർക്കുമായിട്ട് തുറക്കണം. അതായത് ഉപാളിയുടെ വീടിൻ്റെ മുൻപിൽ ഉള്ള ഗേറ്റിൽ ഒരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരനോടാണ് ഉപാലി പറയുന്നത്. ഏതെങ്കിലും ജൈൻ മുനികൾ വരികയാണെങ്കിൽ അവരോട് ഇങ്ങനെ പറയണം, ബന്ദേ, നിൽക്കുക, അകത്ത് പ്രവേശിക്കരുത്. ഇപ്പോൾ മുതൽ ഗൃഹസ്ഥൻ ഉപാളി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിരിക്കുകയാണ്. ഈ ദ്വാരം ജൈന ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും ആയിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഈ ദ്വാരം ബുദ്ധനും ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും ഉപാസകന്മാർക്കും ഉപാസികമാർക്കും തുറന്നിരിക്കുകയാണ്. ബന്ദേ, താങ്കൾക്ക് ഭിക്ഷാന്നം ആഗ്രഹിക്കുന്നു എങ്കിൽ താങ്കൾ ഇവിടെ കാത്തിരിക്കുക, അവർ കൊണ്ടുതന്നു തരും. ശരി ബന്ദേ എന്ന് ആ ദ്വാരപാലകൻ ഉപാലിയോട് പറഞ്ഞു. ദീർഘതപസ്സി ഇത് കേട്ടു. ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നിഘണ്ഠനാഥപുത്രൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ബന്ദേ, അവർ പറയുന്നു ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിരിക്കുകയാണ്. നിഘണ്ഠനാഥപുത്രൻ പറഞ്ഞു, തപസ്സി, ഇത് ഒരിക്കലും സാധ്യമല്ല. ഉപാളി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാകുക എന്നത് അസാധ്യമാണ്. എന്നാൽ ശ്രമണ ഗൗതമൻ ഉപാളിയുടെ ശിഷ്യനാകും എന്നുള്ള കാര്യം സംഭവ്യമാണ്. 2ാമതും 3ാമതും തവണ ദീർഘതപസ്സി ഇത് തന്നെ പറഞ്ഞു. നിഘണ്ഠനാഥപുത്രൻ ഇത് തന്നെ ഉത്തരം കൊടുത്തു. അപ്പോൾ ദീർഘതപസ്സി പറഞ്ഞു, ശരി ബന്ദേ, ഞാൻ തന്നെ പോയിട്ട് കണ്ടുപിടിക്കാം ഉപാളി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിരിക്കുകയാണോ അല്ലയോ എന്ന്. തപസ്സി, ശരി, താങ്കൾ പോയിട്ട് കണ്ടുപിടിക്കുക ഉപാളി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാണോ അല്ലയോ എന്ന്. അപ്പോൾ ദീർഘതപസ്സി ഉപാളിയുടെ വീട്ടിൽ പോയി. ദ്വാരപാലകൻ ദീർഘതപസ്സി ദൂരെ നിന്ന് തന്നെ വരുന്നത് കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ബന്ദേ, നിൽക്കുക, അകത്ത് പ്രവേശിക്കരുത്. ഇപ്പോൾ മുതൽ ഗൃഹസ്ഥൻ ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാണ്. ഈ ദ്വാരം ജൈനമുനിമാർക്കും ഭിക്ഷുണികൾക്കും അടച്ചിരിക്കുകയാണ്. ഈ ദ്വാരം ഭഗവാനും ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും ഉപാസകന്മാർക്കും ഉപാസികമാർക്കും മാത്രമായിട്ട് തുറന്നിരിക്കുകയാണ്. താങ്കൾക്ക് ഭിക്ഷാന്നം വേണമെങ്കിൽ ഇവിടെ കാത്തിരിക്കുക, അവർ കൊണ്ടുതരും. അപ്പോൾ ദീർഘതപസ്സി പറഞ്ഞു, മിത്രമേ, എനിക്ക് ഭിക്ഷാന്നത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി. എന്നിട്ട് നിഘണ്ഠനാഥപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഇക്കാര്യം വളരെ ശരിയാണ്. ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിരിക്കുകയാണ്. ബന്ദേ, എനിക്ക് നേരത്തെ താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിപ്പിച്ചില്ല. ഗൃഹസ്ഥൻ ഉപാളിയെ ഒരു കാരണവശാലും ശ്രമണ ഗൗതമൻ്റെ തത്വത്തെ ഖണ്ഡിപ്പിക്കാൻ അയക്കരുതായിരുന്നു. ശ്രമണ ഗൗതമൻ ഒരു ഇന്ദ്രജാലക്കാരനാണ്. ആൾക്കാരെ മാറ്റാനുള്ള ഇന്ദ്രജാലം അദ്ദേഹത്തിന് അറിയാം. ആ ഇന്ദ്രജാലങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരുടെ ശിഷ്യരെ തൻ്റെ ശിഷ്യന്മാരാക്കുന്നത്. ഗൃഹസ്ഥനായിട്ടുള്ള ഉപാളിയെ ശ്രമണ ഗൗതമൻ മാറ്റാനുള്ള ഇന്ദ്രജാലം കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. തപസ്സി, ഇത് അസംഭവ്യമാണ്. ഉപാളി ഒരിക്കലും ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാകില്ല. ഇത് അസംഭവ്യമാണ്. എന്നാൽ ശ്രമണ ഗൗതമൻ ഉപാളിയുടെ ശിഷ്യനാകും. ഇത് സംഭവ്യമാണ്. 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും ദീർഘതപസ്സി ഇങ്ങനെ തന്നെ പറഞ്ഞു.
നിഘണ്ഠനാഥപുത്തൻ ഇതേ മറുപടി തന്നെ കൊടുത്തു. അതിനുശേഷം നിഘണ്ഠനാഥപുത്തൻ ദിഗതപസിയോട് ഇങ്ങനെ പറഞ്ഞു, തപസി, ഞാൻ തന്നെ ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നിഘണ്ഠനാഥപുത്തൻ തൻ്റെ ഒരുപാട് സന്യാസി സംഘത്തോടൊപ്പം ഉപാലിയുടെ വീട്ടിലേക്ക് പോയി. ദ്വാരപാലകൻ ദൂരെ നിന്ന് തന്നെ അവർ വരുന്നത് കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, ബന്ദേ, പുറത്തു നിൽക്കുക, അകത്ത് പ്രവേശിക്കരുത്. ഇന്നു മുതൽ ഗൃഹസ്ഥൻ ഉപാലി ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനാണ്. ഈ ദ്വാരം ജൈൻ മുനികൾക്കും ഭിക്ഷുണികൾക്കുമായിട്ട് അടഞ്ഞിരിക്കുകയാണ്. ബുദ്ധനും ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും ഉപാസകന്മാർക്കും ഉപാസികമാർക്കുമായിട്ട് തുറന്നിരിക്കുകയാണ്. താങ്കൾക്ക് ഭിക്ഷാന്നം വേണമെങ്കിൽ കാത്തിരിക്കുക, അവർ കൊണ്ടുതരും. അപ്പോൾ നിഘണ്ഠനാഥപുത്തൻ ഇങ്ങനെ ആ ദ്വാരപാലകനോട് പറഞ്ഞു, മിത്രമേ, താങ്കൾ ഒരു കാര്യം ചെയ്യുക, ഉപാലിയുടെ അടുത്ത് പോവുക, എന്നിട്ട് ഇങ്ങനെ പറയുക, ബന്ദേ, നിഘണ്ഠനാഥപുത്തൻ ഒരുപാട് സന്യാസിമാരുമൊത്ത് ഗേറ്റിന് വെളിയിൽ കാത്തിരിക്കുകയാണ്. അദ്ദേഹം താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. ശരി ബന്ദേ എന്ന് ആ ദ്വാരപാലകൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് ആ ദ്വാരപാലകൻ ഉപാലിയുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഉപാലി ദ്വാരപാലകനോട് പറഞ്ഞു, ദ്വാരപാലക, എങ്കിൽ ഇടയ്ക്കുള്ള ഹാളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാക്കുക. ശരി ബന്ദേ എന്ന് ദ്വാരപാലകൻ പ്രത്യുത്തരം കൊടുത്തു. ദ്വാരപാലകനോട് പറഞ്ഞതെല്ലാം ആ ദ്വാരപാലകൻ ചെയ്തു. എന്നിട്ട് ഉപാലിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഇടയ്ക്കുള്ള ഹാൾ തയ്യാറാക്കിയിട്ടുണ്ട്, അവിടെ ഇരിപ്പിടങ്ങൾ വിടിച്ചിട്ടുണ്ട്. ഇനി താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഉപാലി ഗേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഹാളിൽ പോയി ഏറ്റവും ഉയർന്ന വളരെ നല്ല ഒരു സീറ്റിൽ അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ആ ദ്വാരപാലകനോട് ഇങ്ങനെ പറഞ്ഞു, ശരി ദ്വാരപാലക, ഇനി നിഘണ്ഠനാഥപുത്തനോട് ഇങ്ങനെ പറയുക, ബന്ദേ, ഉപാലി ഇങ്ങനെ പറയുന്നു, താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അകത്ത് പ്രവേശിക്കാം. ശരി ബന്ദേ എന്ന് ദ്വാരപാലകൻ ഉത്തരം കൊടുത്തു. എന്നിട്ട് ദ്വാരപാലകൻ നിഘണ്ഠനാഥപുത്തനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നിഘണ്ഠനാഥപുത്തൻ ഇടയ്ക്കുള്ള ഹാളിൽ തൻ്റെ സന്യാസിമാരോട് ഒരുമിച്ച് പോയി. ഇതിനു മുൻപ് ഉപാലി നിഘണ്ഠനാഥപുത്തൻ വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപാലി തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിഘണ്ഠനാഥപുത്തനെ ഏറ്റവും ഉയർന്ന വളരെ നല്ല ഇരിപ്പിടത്തിൽ ഇരുത്തുമായിരുന്നു. ആ ഇരിപ്പിടത്തെ തൻ്റെ വസ്ത്രം കൊണ്ട് തുടച്ച് അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്ത് ഇരുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഉപാലിയാണ് ഏറ്റവും ഉയർന്ന ആസനത്തിലിരിക്കുന്നത്, ഏറ്റവും നല്ല ആസനത്തിലിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം നിഘണ്ഠനാഥപുത്തനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട്, താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ താങ്കൾക്ക് ഇരിക്കാവുന്നതാണ്. ഉപാലി ഇങ്ങനെ പറഞ്ഞപ്പോൾ നിഘണ്ഠനാഥപുത്തൻ ഉപാലിയോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹസ്ഥ, താങ്കൾക്ക് ഭ്രാന്തായിരിക്കുകയാണോ? നിങ്ങൾ മൂഢനായിരിക്കുകയാണോ? നിങ്ങളിങ്ങനെ പറഞ്ഞു, ഞാൻ ശ്രമണ ഗൗതമൻ്റെ വാദത്തെ ഖണ്ഡിക്കാൻ പോകുന്നു. എന്നാൽ ആ വാദത്തിൽപ്പെട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വന്നു. ഒരു വ്യക്തി 2 വൃഷ്ണങ്ങൾ കൊടുക്കാൻ പോയി, പക്ഷേ തിരിച്ചു വരുന്നത് തൻ്റെ 2 വൃഷ്ണങ്ങളും നഷ്ടമാക്കിക്കൊണ്ടാണ്. അല്ലെങ്കിൽ 2 കണ്ണുകൾ കൊടുക്കാൻ പോയിരിക്കുകയാണ്, പക്ഷേ തിരിച്ചു വരുന്നത് അന്ധനായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞു, ഞാൻ ശ്രമണ ഗൗതമൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വാദത്തെ ഖണ്ഡിക്കും, പക്ഷേ നിങ്ങൾ തന്നെ ആ വാദത്തിൽ പെട്ടുകൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങളെ ശ്രമണ ഗൗതമൻ മാറ്റാനുള്ള ഇന്ദ്രജാലം ഉപേക്ഷിച്ച് മാറ്റിയിരിക്കുകയാണ്. ബന്ദേ, ഈ മാറ്റം വളരെ നല്ലതാണ്, ഈ മാറ്റം വളരെ പ്രിയങ്കരമാണ്. എൻ്റെ ഇഷ്ടമുള്ളവർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ മിത്രങ്ങൾ എല്ലാവരും ഇതിനാൽ മാറ്റപ്പെടുന്നു എങ്കിൽ അത് അവരുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും കാരണമായേനെ. എല്ലാ ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും എല്ലാവരും ഇതേപോലെ മാറിയിരുന്നുവെങ്കിൽ അത് ദീർഘകാലത്തെ അവരുടെ ഹിതത്തിനും സുഖത്തിനും കാരണമായേനെ. ഈ സകല ലോകങ്ങളും അതിലുള്ള ദേവതമാരും മാരന്മാരും ബ്രഹ്മന്മാരും മറ്റുള്ള ലോകത്തിലെ ജനങ്ങളും ദേവന്മാരും മനുഷ്യന്മാരും ശ്രമണ ബ്രാഹ്മണന്മാരും ഇങ്ങനെ മാറിയിരുന്നുവെങ്കിൽ അത് ദീർഘകാലത്തെ അവരുടെ ഹിതത്തിനും സുഖത്തിനും കാരണമായേനെ. ബന്ദേ, ഞാൻ താങ്കളോട് ഒരു ഉപമ അറിയാം. എന്തെന്നാൽ ഉപമ മൂലം കാര്യം ചില ബുദ്ധിയുള്ള വ്യക്തികൾക്ക് മനസ്സിലാകും. ഒരിക്കൽ ഒരിടത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു.
അയാൾക്ക് വളരെ വയസ്സായിട്ടുണ്ട്. അയാളുടെ ഭാര്യ യുവതിയായിട്ടുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ, മാർക്കറ്റിൽ പോയി ഒരു കുട്ടിക്കുരങ്ങിനെ വാങ്ങിച്ചു കൊണ്ടുവരിക. അത് എൻ്റെ കുട്ടിക്ക് കളിക്കാൻ ഉപയോഗിക്കാം. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ പ്രസവിക്കുന്നവരെ കാത്തിരിക്കുക. നിൻ്റെ കുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ ഞാനൊരു ആൺകുരങ്ങിനെ വാങ്ങിച്ചു കൊടുക്കും. നിൻ്റെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഞാനൊരു പെൺകുരങ്ങിനെ വാങ്ങിച്ചു കൊടുക്കും. രണ്ടാമതും മൂന്നാമതും അവൾ ഇങ്ങനെ തന്നെ ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ ഇതേ ഉത്തരം തന്നെ കൊടുത്തു. അവസാനം ബ്രാഹ്മണന് തൻ്റെ പത്നിയോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു കുട്ടിക്കുരങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവളുടെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിൻ്റെ കുട്ടിക്ക് കളിക്കാൻ സഹായിക്കും. ബ്രാഹ്മണൻ അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബ്രാഹ്മണ, ഈ കുരങ്ങിനെ രട്ടപാണി എന്ന നിറം പകരുന്ന വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോവുക. അതായത് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ചില പ്രത്യേക ആൾക്കാർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിലൊരാളാണ് രട്ടപാണി. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറയുക, രട്ടപാണി, ഈ കുരങ്ങിന് മഞ്ഞ നിറത്തിലുള്ള ചായമാണ് ഈ കുരങ്ങിൻ്റെ മേൽ ആക്കേണ്ടത്. എന്നിട്ട് വീണ്ടും വീണ്ടും ഈ കുരങ്ങിനെ ഇടിക്കണം. എന്നിട്ട് വീണ്ടും വീണ്ടും രണ്ട് വശത്തു നിന്നും ഈ കുരങ്ങിനെ അമർത്തണം. അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീയോടുള്ള സ്നേഹം കാരണം ആ കുരങ്ങനെ രട്ടപാണി എന്ന നിറം പകരുന്ന വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, രട്ടപാണി, ഈ കുരങ്ങന് മഞ്ഞ നിറം ഈ കുരങ്ങൻ്റെ മേൽ മുഴുവനാകണം. എന്നിട്ട് ഈ കുരങ്ങനെ മർദ്ദിക്കണം, വീണ്ടും വീണ്ടും മർദ്ദിക്കണം. എന്നിട്ട് രണ്ട് വശത്തു നിന്നും അമർത്തണം. ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രട്ടപാണി അദ്ദേഹത്തിനോട് പറഞ്ഞു, ബ്രാഹ്മണ, ഈ കുരങ്ങന് ചായം തേക്കുന്നത് അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ ഇടിയും അമർത്തലും ഇതിന് അതിജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മൂഢന്മാരായ ജൈനന്മാരുടെ തത്വവും. തുടക്കത്തിൽ അത് നല്ലതാണെന്ന് തോന്നും. അത് മൂഢന്മാർക്കും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്തവർക്കുമാണ് തോന്നുന്നത്. എന്നാൽ ഇതിനെ വിശകലനം ചെയ്യുന്ന സമയത്ത്, ഇതിനെ ശരിയായിട്ട് നോക്കുന്ന സമയത്ത് ഈ തത്വത്തിന് അതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ആ ബ്രാഹ്മൺ കുറച്ച് പുതിയ തുണികൾ രട്ടപാണിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, രട്ടപാണി, ഞാൻ കുറച്ച് പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മഞ്ഞ നിറമുള്ള നിറം പകരണം. എന്നിട്ട് വീണ്ടും വീണ്ടും മർദ്ദിക്കണം, വീണ്ടും വീണ്ടും രണ്ട് ഭാഗത്തുനിന്നും അമർത്തണം. അപ്പോൾ രട്ടപാണി ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ, തീർച്ചയായിട്ടും ഈ വസ്ത്രങ്ങൾക്ക് നിറത്തെ അതിജീവിക്കാൻ സാധിക്കും. മർദ്ദനവും അമർത്തലും അതിജീവിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ ധർമ്മവും. തുടക്കത്തിൽ വളരെ നന്നായിട്ട് തന്നെ തോന്നുന്നു. അത് പണ്ഡിതന്മാർക്കാണ് നന്നായിട്ട് തോന്നുന്നത്, മൂഢന്മാർക്കല്ല. അതിനെ എങ്ങനെ തന്നെ പരിശോധിച്ചാലും, അതിനെ എങ്ങനെ തന്നെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാലും ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. ഗൃഹപതി, രാജാവിനും പരിവാരങ്ങൾക്കും താങ്കളെപ്പറ്റി അറിയാം. താങ്കൾ നിഘണ്ഠനാഥപുത്രൻ്റെ ഒരു ശിഷ്യനാണ് എന്നറിയാം. ഗൃഹപതി, ഇനി നിങ്ങൾ ആരുടെ ശിഷ്യനാണ് എന്നാണ് ഞങ്ങൾ കരുതേണ്ടത്? നിഘണ്ഠനാഥപുത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗൃഹസ്ഥനായിട്ടുള്ള ഉപാളി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. സ്വന്തം വസ്ത്രം ഒരു തോളിൽ ശരിയാക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഭഗവാന് നേരെ, ബുദ്ധന് നേരെ കൈ കൂപ്പിക്കൊണ്ട് നിഘണ്ഠനാഥപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഇനി ആരുടെ ശിഷ്യനാണ് ഞാൻ എന്ന് താങ്കൾ കേൾക്കുക. അതിനുശേഷം അദ്ദേഹം നീണ്ട ഒരു ഗാഥയാണ് ഭഗവാനെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ആ ഗാഥയിലുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഭഗവാൻ വളരെ നല്ല ഒരു ശാസ്താവാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഞാൻ ആ ഭഗവാന്റെ ശിഷ്യനാണ്. ഇതാണ് ആ ഗാഥയുടെ ഉള്ളടക്കം. അപ്പോൾ നിഘണ്ഠനാഥപുത്രൻ ഉപാലിയോട് പറഞ്ഞു, ഗൃഹസ്ഥ, താങ്കൾ എപ്പോഴാണ് ഈ ഗാഥ ഉണ്ടാക്കിയത്? ഇത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗാഥയാണ്. ബന്ദേ, ധാരാളം പൂക്കളുണ്ട് എന്ന് കരുതുക. അപ്പോൾ പൂക്കൾ ഉണ്ടാക്കുന്നതിൽ, പൂമാല ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ളൊരു പൂക്കാരൻ ആ പലതരത്തിലുള്ള പൂക്കളെ എടുത്ത് ഒരു നല്ല പൂമാല ഉണ്ടാക്കും.
അതുപോലെ ഭഗവാന് വളരെയധികം ഗുണങ്ങളുണ്ട്, അതിനെ നമ്മൾക്ക് പ്രശംസിക്കാൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ പ്രശംസായോഗ്യനായിട്ടുള്ള അദ്ദേഹത്തെ ആരാണ് പ്രശംസിക്കാതിരിക്കുന്നത്? ഭഗവാൻ ബുദ്ധനോടുള്ള ആ പ്രശംസ കേൾക്കുന്നത് സഹിക്കാൻ സാധിക്കാതെ നിഘണ്ട ജ്ഞാതപുത്തൻ അപ്പോൾ തന്നെ തൻ്റെ വായിൽ നിന്ന് ചൂടുള്ള രക്തം ഛർദ്ദിച്ചു. ഉപാളി സൂത്തം നിഷ്ഠിതം. സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ രക്ഷിക്കട്ടെ. സാധു സാധു സാധു.